വിദ്യാർത്ഥിനികളെ ഏവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഈ വർഷത്തെ മുഴുവൻ പാഠഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിവ്യൂ ക്ലാസ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ വർഷത്തെ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാനായിട്ട് സാധ്യതയുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് എറ്റിക്വേറ്റ് ആൻഡ് ഹോസ്പിറ്റബിൾ കണ്ടക്ട് എന്നാണ്. ഇതിൽ ആദ്യമായിട്ട് പഠിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് കോമ്പോണൻസ് ആൻഡ് ഗോൾ ഓഫ് ഹോസ്പിറ്റാലിറ്റി ആണ്. ഹോസ്പിറ്റാലിറ്റിയുടെ ഘടകങ്ങൾ, ലക്ഷ്യങ്ങൾ എന്താണ് എന്നാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ബിഹേവിയറൽ, പേഴ്സണൽ ആൻഡ് ടെലിഫോൺ എറ്റിക്വേറ്റ്. ബിഹേവിയറൽ എറ്റിക്വേറ്റ്സിന്റെയും പേഴ്സണൽ എറ്റിക്വേറ്റ്സിന്റെയും ടെലിഫോണിക് എറ്റിക്വേറ്റ്സിന്റെയും പ്രാധാന്യവും അവ ഏതൊക്കെയാണ് എന്നുള്ളതുമാണ്. അടുത്തതായി കസ്റ്റമർ സെൻട്രിസിറ്റിയാണ്. ടൂറിസം ഒരു സേവന വ്യവസായമാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമറെ സെൻട്രിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് മാത്രമേ വിജയം കാണുകയുള്ളൂ. അതുകൊണ്ട് കസ്റ്റമർ സെൻട്രിസിറ്റിയെ കുറിച്ചാണ് അടുത്തതായിട്ട് പഠിക്കേണ്ടത്. അടുത്തതായിട്ടുള്ളത് പോസിറ്റീവ് ബോഡി ലാംഗ്വേജിനെ കുറിച്ചാണ്. പോസിറ്റീവ് ബോഡി ലാംഗ്വേജിന്റെ പ്രാധാന്യം, അവ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇതിൽ പഠിക്കേണ്ടത്. അടുത്തതായിട്ടുള്ളത് ഗ്രൂമിംഗ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ്. ഗ്രൂമിംഗ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ എ വെൽ ഗ്രൂംഡ് എംപ്ലോയിക്ക് മാത്രമേ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ സക്സസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഗ്രൂമിംഗ് സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്? അതിൽ ഗ്രൂമിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർ മെൻ, ഗ്രൂമിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർ വുമൻ, അതുപോലെ ജ്വല്ലറി എറ്റിക്വേറ്റ് ഫോർ മെൻ, ജ്വല്ലറി എറ്റിക്വേറ്റ് ഫോർ വുമൻ എന്നിവയാണ് ഉൾപ്പെടുന്നത്. അടുത്തതായിട്ടുള്ളത് കസ്റ്റമർ ഗ്രീവൻസസ് ആൻഡ് കംപ്ലൈൻസ് ആണ്. കസ്റ്റമറുടെ പരാതികളും അവ പരിഹരിക്കുന്ന രീതികളെ കുറിച്ചും ഒക്കെയാണ് ഇതിൽ. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള കംപ്ലൈൻസിങ് കസ്റ്റമേഴ്സ് ആരൊക്കെയാണെന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അടുത്തതായി പറയുന്നത് സ്പെഷ്യൽ അറ്റൻഷൻ ഗസ്റ്റ് ആരൊക്കെയാണെന്നുള്ളതാണ്. ഹോട്ടലിൽ വരുന്ന പ്രത്യേക പരിഗണന നൽകേണ്ട ഗസ്റ്റുകളും അവർക്ക് നമ്മൾ നൽകുന്ന സേവനങ്ങളെ കുറിച്ചുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് എന്നൊന്നുകൂടെ ആവർത്തിക്കാം. കോമ്പണൻസ് ആൻഡ് ഗോൾ ഓഫ് ഹോസ്പിറ്റാലിറ്റി, അടുത്തതായിട്ട് ബിഹേവിയറൽ, പേഴ്സണൽ ആൻഡ് ടെലിഫോൺ എറ്റിക്വേറ്റ്സിന്റെ പ്രാധാന്യവും അവ ഏതൊക്കെയാണെന്നുള്ളതും, അടുത്തതായി കസ്റ്റമർ സെൻട്രിസിറ്റി, പോസിറ്റീവ് ബോഡി ലാംഗ്വേജ്, ഗ്രൂമിംഗ് സ്റ്റാൻഡേർഡ്സ്, അതുപോലെ കസ്റ്റമർ ഗ്രീവൻസസ് ആൻഡ് കംപ്ലൈൻസ്, അവസാനമായിട്ട് സ്പെഷ്യൽ അറ്റൻഷൻ ഗസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ യൂണിറ്റ്. അടുത്ത യൂണിറ്റിലേക്ക് പോകാം. രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ജെൻഡർ ആൻഡ് ഏജ് സെൻസിറ്റീവ് സർവീസ് പ്രാക്ടീസസ് ആണ്. അതിൽ ആദ്യമായിട്ട് വുമൻ റൈറ്റ്സ് ആൻഡ് റെസ്പെക്ട് അറ്റ് വർക്ക് പ്ലേസ്. ഹോട്ടലാണല്ലോ നമ്മുടെ വർക്ക് പ്ലേസ്. ഹോട്ടലില് സ്ത്രീകൾക്ക് നൽകേണ്ട ബഹുമാനം, അതുപോലെ തന്നെ അവരുടെ റൈറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. അടുത്തതായിട്ട് ഫെസിലിറ്റീസ് അവൈലബിൾ ഫോർ ഫീമെയിൽ എംപ്ലോയീസ്. ഹോട്ടലിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ലഭിക്കുന്ന പ്രത്യേക സൗകര്യങ്ങൾ ഏവയാണെന്നുള്ളതാണ്. അടുത്തതായിട്ട് ഫെസിലിറ്റീസ് റിലേറ്റഡ് ടു ഫീമെയിൽ ട്രാവലർ. ഫീമെയിൽ ട്രാവലർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ, എസ്പെഷ്യലി സോളോ ഫീമെയിൽ ട്രാവലർ, ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സ്ത്രീകൾക്ക് ഹോട്ടലുകൾ പ്രദാനം ചെയ്യുന്ന വിവിധ സൗകര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അടുത്തതായിട്ട് ക്വാളിറ്റി സർവീസ് ഫോർ ഏജ് ആൻഡ് ജെൻഡർ. വിവിധ പ്രായത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ വിവിധ ജെൻഡറിലുള്ള ആളുകൾക്ക് ഹോട്ടലിൽ ലഭിക്കുന്ന ക്വാളിറ്റി സർവീസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അടുത്തതായിട്ട് റിക്രിയേഷണൽ ഫെസിലിറ്റീസ് ഫോർ ചിൽഡ്രൻ. ഹോട്ടലിൽ കുട്ടികൾക്ക് ലഭിക്കുന്ന റിക്രിയേഷണൽ ഫെസിലിറ്റീസിനെ കുറിച്ചാണ്. അടുത്തതായിട്ടുള്ളത് പ്രൊസീജിയർ ഫോർ ഹാൻഡ്ലിംഗ് എമർജൻസി സിറ്റുവേഷൻ. ഹോട്ടലിൽ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് വിവിധ തരത്തിലുള്ള കസ്റ്റമേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിന്റെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ്. ഉദാഹരണത്തിന് വേഗം ഒരു മിസ്ഹാപ്പ് ഹോട്ടലിൽ ഉണ്ടാവുകയാണെങ്കിൽ സീനിയർ സിറ്റിസനെ നമ്മൾ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചിൽഡ്രനെ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള വിവിധ പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്.
അടുത്തതായിട്ടുള്ളത് ഈക്വാലിറ്റി ഓഫ് വർക്ക് ഫോർ വുമൺ അറ്റ് വർക്ക് പ്ലേസ്. ഹോട്ടലിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് തൊഴിലിൽ സമത്വം എങ്ങനെ ഉറപ്പാക്കണം എന്നതിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. അടുത്തത് ബിഹേവിയറൽ എറ്റിക്യൂട്ട്സ് വൈൽ ഡീലിംഗ് വിത്ത് ഫീമെയിൽ കളീഗ്സ് ആൻഡ് ഗസ്റ്റ്. നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീ സഹപ്രവർത്തകരോടും അതിഥികളോടും പാലിക്കേണ്ടതായിട്ടുള്ള ബിഹേവിയറൽ എറ്റിക്യൂട്ട്സിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പം ഈ പാഠത്തെ കുറിച്ച് ഒന്നും കൂടെ നമുക്ക് പറയാം. ആദ്യമായിട്ട് വിമൻ റൈറ്റ്സ് ആൻഡ് റെസ്പെക്ട് അറ്റ് വർക്ക് പ്ലേസ്, അതുപോലെ ഫീമെയിൽ എംപ്ലോയീസിന് ഹോട്ടലിൽ ലഭ്യമാകുന്ന വിവിധ സൗകര്യങ്ങൾ, ഫീമെയിൽ ട്രാവലേഴ്സിന് ഹോട്ടലിൽ ലഭിക്കുന്ന സൗകര്യങ്ങൾ, അതുപോലെ ക്വാളിറ്റി സർവീസ് ഫോർ ഏജ് ആൻഡ് ജെൻഡർ, കുട്ടികൾക്ക് ലഭ്യമായ റിക്രിയേഷണൽ ഫെസിലിറ്റീസ്, അതുപോലെ എമർജൻസി സിറ്റുവേഷൻസിൽ ഓരോത്തരം ഗസ്റ്റിനെയും കൈകാര്യം ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്, അതുപോലെ തൊഴിൽ സ്ഥലത്ത് സ്ത്രീകൾക്ക് തൊഴിലിൽ സമത്വം ഉറപ്പാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, അതുപോലെ നമ്മളുടെ സ്ത്രീ സഹപ്രവർത്തകരോടും അതിഥികളോടും പാലിക്കേണ്ടുന്ന ബിഹേവിയറൽ എറ്റിക്യൂട്ട്സ് ഏതൊക്കെയാണെന്നാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. അടുത്ത പാഠം ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ്. ഹെൽത്ത് ആൻഡ് ഹൈജീനിൽ ആദ്യമായി പറയുന്നത് റെഗുലർ ക്ലീനിങ് ഓഫ് വർക്ക് ഏരിയ. നമ്മുടെ വർക്ക് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഹോട്ടലാണ്. ഹോട്ടലിലെ റെഗുലർ ക്ലീനിങ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന്. രണ്ടാമതായിട്ടുള്ള ഹാൻഡ്ലിംഗ് ട്രാഷ് ക്യാൻ, എങ്ങനെയാണ് ട്രാഷ് ക്യാൻസ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അടുത്തത് പെസ്റ്റ് കൺട്രോൾ ആക്ടിവിറ്റീസ്, ഹോട്ടലിലെ പെസ്റ്റ് കൺട്രോൾ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പിലാണ് അത് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. അടുത്തത് മെയിൻ്റനൻസ് ഓഫ് എയർ കണ്ടീഷണേഴ്സ് ആൻഡ് അതർ മെക്കാനിക്കൽ സിസ്റ്റം, ഹോട്ടലിലുള്ള AC അതുപോലെ തന്നെയുള്ള മറ്റു ഉപകരണങ്ങൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് ഇത് നമ്മൾ പഠിക്കുന്നത്. അടുത്തതായിട്ടുള്ളത് പ്രോപ്പർ വെന്റിലേഷൻ, ലൈറ്റിംഗ് എന്നതിനെ കുറിച്ചൊക്കെയാണ്. അടുത്തതായിട്ടുള്ളത് കുറച്ച് SOPs ആണ് പഠിക്കുന്നത്. SOP എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഓരോ കാര്യങ്ങളും ഹോട്ടലിൽ ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കുന്ന കുറേയേറെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിൽ ആദ്യമായിട്ടുള്ളത് നമുക്ക് പഠിക്കാനുള്ളത് ലിനൻ ഹാൻഡ്ലിംഗ്. നമ്മൾ ലിനൻ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട SOPകൾ. രണ്ടാമതായിട്ട് ഹാൻഡ്ലിംഗ് ഓഫ് സ്റ്റോറേജ് ഏരിയ, സ്റ്റോർസ് ഒക്കെ കൈകാര്യം അതൊക്കെ വൃത്തിയാക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട SOPs. അടുത്തത് അക്കോമഡേഷൻ ഏരിയ ക്ലീൻ ചെയ്യുന്ന സമയത്തുള്ള SOPs. അടുത്തത് പബ്ലിക് ഏരിയാസ്, ഹോട്ടലിലെ പബ്ലിക് ഏരിയാസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട SOPs. അടുത്തതായിട്ട് ഗാർബേജ് ഏരിയയിൽ എങ്ങനെയാണ് നമ്മൾ ഗാർബേജ്, ഡ്രൈ ഗാർബേജ്, വെറ്റ് ഗാർബേജ് അത് രണ്ടും തരംതിരിക്കുന്നത്, അതിൻ്റെ ഡിസ്പോസൽ, അതിൻ്റെ SOPs. ഇത്തരം SOPs ആണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അടുത്തതായി നമുക്കുള്ളത് ഈ പാഠത്തിൽ ഫുഡ് സാനിറ്റൈസേഷൻ ആൻഡ് ക്രോസ് കണ്ടാമിനേഷൻ. ഫുഡ് സാനിറ്റേഷനും അതുപോലെ തന്നെ ക്രോസ് കണ്ടാമിനേഷൻ എങ്ങനെയൊക്കെ വരുന്നു, അത് ഒഴിവാക്കേണ്ട വഴികൾ എന്നിവയാണ് ഇതിൽ വരുന്നത്. അടുത്തതായിട്ട് ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മളുടെ കൈകൾ ശുചിത്വത്തോടെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റെഗുലർ ഹാൻഡ് വാഷിംഗ് പ്രൊസീജിയറിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അതുപോലെ പേഴ്സണൽ ഹൈജീൻ ആൻഡ് ഡെന്റൽ കെയർ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ എങ്ങനെയാണ് വ്യക്തി ശുചിത്വവും ദന്തൽ ശുചിത്വവും ഉറപ്പുവരുത്തേണ്ടത് എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറയുന്ന ഒരു വലിയ പാഠമാണ്. അതുപോലെ തന്നെ ഒരുപാട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പാഠഭാഗം കൂടിയാണ്. ഇതിൽ വരുന്നത് റെഗുലർ ക്ലീനിങ് അറ്റ് വർക്ക് ഏരിയ, ട്രാഷ് ക്യാൻസ് ഹാൻഡിൽ ചെയ്യുന്നത്, പെസ്റ്റ് കൺട്രോൾ ആക്ടിവിറ്റീസ് എങ്ങനെയാണ്, എയർ കണ്ടീഷണേഴ്സും അതുപോലെ തന്നെ മറ്റ് മെക്കാനിക്കൽ സിസ്റ്റംസും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, പ്രോപ്പർ വെന്റിലേഷൻ എങ്ങനെ ഉറപ്പുവരുത്തണം, അതുകൂടാതെ നമ്മൾ പാലിക്കേണ്ട കുറച്ചേറെ SOPs ഉണ്ട്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ലിനൻ കൈകാര്യം ചെയ്യുമ്പോഴും അതുപോലെ സ്റ്റോർ ഏരിയ ക്ലീൻ ചെയ്യുമ്പോഴും അക്കോമഡേഷൻ ഏരിയ, പബ്ലിക് ഏരിയ, ഗാർബേജ് ഏരിയ ഇവയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട SOPs ഉണ്ട്. അതുപോലെ ഫുഡ് സാനിറ്റേഷനും ക്രോസ് കണ്ടാമിനേഷനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ റെഗുലർ ഹാൻഡ് വാഷിംഗ് പ്രൊസീജിയർ, പേഴ്സണൽ ഹൈജീൻ ആൻഡ് ഡെന്റൽ കെയർ,
ഇത്രയുമാണ് ഈ പാഠത്തിൽ ഉള്ളത്. അടുത്ത പാഠം എന്ന് പറയുന്നത് സേഫ്റ്റി അറ്റ് വർക്ക് പ്ലേസ് ആണ്. അതിൽ ഒന്നാമത് പഠിക്കുന്നത് ഹോട്ടൽ ഇവാക്യുവേഷൻ പ്രൊസീജിയർ ഫോർ ഫയർ ആൻഡ് ബോംബ് ത്രെറ്റ്സ്. ബോംബ് ഭീഷണിയോ തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഹോട്ടലിലുള്ള ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തത് F&B വർക്ക് പ്ലേസ് ഹസാർഡ്സ് ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ്. ഫുഡ് ആൻഡ് ബീവറേജ് വർക്ക് പ്ലേസിൽ, അതായത് ഒന്നുകിൽ കിച്ചണിലാവാം അല്ല റെസ്റ്റോറൻറ്റിലാവാം, ഉണ്ടാവുന്ന വിവിധ അപകടങ്ങളെ കുറിച്ചും അതിനുള്ള മുൻകരുതലുകൾ ഏതൊക്കെയാണെന്നാണ് ഇതിൽ പറയുന്നത്. അടുത്തതായിട്ടുള്ളത് ഹോട്ടലിൽ ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസിനെ കുറിച്ചാണ്. എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ നൽകേണ്ട ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അടുത്തത് PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. ഹോട്ടലിൽ ജോലി ചെയ്യുമ്പോൾ വിവിധ തരത്തിലുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് നമുക്ക് ഉപയോഗിക്കേണ്ടതാണ്. ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ഉപയോഗിക്കുന്നു, അതിന്റെ പ്രാധാന്യം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് എൻഷുറിങ് സീറോ ആക്സിഡന്റ് ഇൻ ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ് ഏരിയ. ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറൻറ്റ്സ് ആണ്. അവിടെ സീറോ ആക്സിഡന്റ് എങ്ങനെ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കേണ്ടത് ഹോട്ടലിൽ എന്തെങ്കിലും തീപിടുത്തമോ അല്ലെങ്കിൽ ബോംബ് ഭീഷണി ഉണ്ടാകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഇവാക്യുവേഷൻ പ്രൊസീജിയർ എന്താണ്, അതുപോലെ തന്നെ F&B വർക്ക് പ്ലേസസിൽ ഒന്നുകിൽ റെസ്റ്റോറൻ്റ് ആവാം കിച്ചൺ ആവാം, അവിടെ ഉണ്ടാകുന്ന വിവിധ ഹസാർഡ്സും അതിൻ്റെ പ്രിവെന്റീവ് മെഷേഴ്സുമാണ്. പിന്നെ ഹോട്ടലിലെ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചും അതുപോലെ ഹോട്ടലിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിനെ കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ് ഏരിയയിൽ സീറോ ആക്സിഡന്റ് ഉണ്ടാക്കുന്നത് എൻഷുർ ചെയ്യുന്ന മെത്തേഡ്സിനെ കുറിച്ചുമാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോവാം. യൂണിറ്റ് 5 ലേൺ എ ഫോറിൻ ഓർ ലോക്കൽ ലാംഗ്വേജ് ഇൻക്ലൂഡിംഗ് ഇംഗ്ലീഷ്. അതിൽ ഒന്നാമത്തേത് റോൾ ഓഫ് ഇംഗ്ലീഷ് ഇൻ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി. നമുക്കറിയാം ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുമ്പോൾ ഇംഗ്ലീഷിലെ പരിജ്ഞാനം വളരെ അനിവാര്യമാണ്. അടുത്തതായിട്ട് റോൾ ഓഫ് ഫോറിൻ ലാംഗ്വേജ് ഇൻ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ഫോറിൻ ലാംഗ്വേജിന്റെ പങ്ക് എന്താണെന്നുള്ളതാണ്. നമുക്കറിയാം നമ്മളൊരു വിദേശ രാജ്യത്ത് പോകുമ്പോൾ നമ്മളുടെ ഭാഷയിൽ ആരെങ്കിലും നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഊഷ്മളമായ ഒരു അനുഭവമായിരിക്കും അത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ ഫോറിൻ ലാംഗ്വേജിലുള്ള ബേസിക് നോളജ് വളരെ അഭികാമ്യമാണ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുമ്പോൾ. അടുത്തതായിട്ട് നമുക്കുള്ളത് ഫോറിൻ ലാംഗ്വേജ് വേർഡ്സ് ഇൻ ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ ആണ്. ഫ്രഞ്ചിലെയും ജർമ്മനിലെയും ബേസിക് ആയിട്ടുള്ള ഗ്രീറ്റിംഗ്സ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻസ്, അതും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നത് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രഞ്ചിൽ ജർമ്മനിൽ എഴുതണം. ബോൺജൂർ എന്ന് ഗുഡൻ മോർണിംഗ് എന്ന് എഴുതണം. ഇനി ഡാങ്കെ എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിൽ താങ്ക് യു എന്നും ഫ്രഞ്ചിൽ മെർസി എന്നും എഴുതണം. അത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ഭാഗത്ത് നിന്ന് നമുക്ക് വരുന്നത്. അപ്പൊ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കേണ്ടത് റോൾ ഓഫ് ഇംഗ്ലീഷ് ഇൻ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, റോൾ ഓഫ് ഫോറിൻ ലാംഗ്വേജ് ഇൻ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, ഫോറിൻ ലാംഗ്വേജ് ബേസിക് വേർഡ്സ് ഇൻ ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ എന്നിവയാണ്. അടുത്ത പാഠത്തിലേക്ക് പോകാം. ആറാമത്തെ പാഠത്തില് നമുക്ക് പഠിക്കാനുള്ളത് കസ്റ്റമർ സെൻട്രിക് സർവീസുകളെ കുറിച്ചാണ്. അതിലൊന്നാമത്തത് കസ്റ്റമർ പ്രൊഫൈൽ അല്ലെങ്കിൽ കസ്റ്റമർ പ്രൊഫൈലിംഗ് എന്താണ് എന്നതിനെ കുറിച്ചാണ്. രണ്ടാമത് വർക്കിംഗ് ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നേടുന്നതിനാവശ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്. ഒരു സാറ്റിസ്ഫൈഡ് കസ്റ്റമറാണ് നമ്മളുടെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി അല്ലെങ്കിൽ ടൂറിസം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാം അതിനെക്കുറിച്ചാണ് അതിൽ നമ്മൾ പഠിക്കുന്നത്. അടുത്തതായിട്ട് ബ്രാൻഡ് വാല്യൂ. ബ്രാൻഡ് വാല്യൂ എങ്ങനെ ഉണ്ടാക്കാം, അത് എങ്ങനെ നിലനിർത്താം, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നിവയാണ് ഇതിൽ പഠിക്കുന്നത്. അടുത്തതായിട്ട് കസ്റ്റമർ ഫീഡ്ബാക്ക്. നമ്മളുടെ പെർഫോമൻസ് കൂട്ടാനായിട്ട് അല്ലെങ്കിൽ ബെറ്റർ പെർഫോമൻസിന്റെ ഏറ്റവും ബെസ്റ്റ് വേ ആണ് കസ്റ്റമർ ഫീഡ്ബാക്ക്.
അപ്പോൾ കസ്റ്റമർ ഫീഡ്ബാക്കിൻ്റെ ഇമ്പോർട്ടൻസും അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ വിവിധ മെത്തേഡ്സിനെ കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് കസ്റ്റമർ സെൻട്രിക് സർവീസസിനെ കുറിച്ചും അതിൽ കസ്റ്റമർ പ്രൊഫൈലിംഗ്, വർക്കിംഗ് ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അതുപോലെ തന്നെ ബ്രാൻഡ് വാല്യൂവിനെ കുറിച്ചും അതുപോലെ കസ്റ്റമർ ഫീഡ്ബാക്കിൻ്റെ ഇമ്പോർട്ടൻസും അത് എങ്ങനെയാണ് എന്നുള്ളതുമാണ്. ഇത്രയും സമയം നമ്മൾ പറഞ്ഞിരുന്നത് വൊക്കേഷണൽ സ്കില്ലുകളെ കുറിച്ചായിരുന്നു. ഇനി അതുപോലെ തന്നെ പ്രാധാന്യത്തോടെ നമ്മൾ എംപ്ലോയബിലിറ്റി സ്കില്ലും കാണേണ്ടതുണ്ട്. എംപ്ലോയബിലിറ്റി സ്കില്ലിനെ കുറിച്ചാണ് അടുത്തതായിട്ടുള്ളത്. ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. ഇതിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഇമ്പോർട്ടൻസ് ആൻഡ് സ്റ്റെപ്സ് ഓഫ് ആക്റ്റീവ് ലിസണിങ്. ആക്റ്റീവ് ലിസണിങ്ങിന്റെ പ്രാധാന്യവും അതിൻ്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്. രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ബേസിക് റൈറ്റിംഗ് സ്കിൽസ്. ബേസിക് റൈറ്റിംഗ് സ്കിൽസ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. അതിൽ നമുക്ക് ചെറിയ ചിലപ്പോൾ ഒരു മാർക്ക് ക്വസ്റ്റ്യനൊക്കെ അതിൽ നിന്ന് വരാനായിട്ട് സാധ്യതയുണ്ട്. സെന്റൻസസ്, ഫ്രേസസ്, കൈൻഡ് ഓഫ് സെന്റൻസസ്, പാർട്സ് ഓഫ് സെന്റൻസസ്, പാർട്സ് ഓഫ് സ്പീച്ച് മുതലായവയൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ പാഠം പറയുന്നത് സെൽഫ് മാനേജ്മെന്റ് ആണ്. സെൽഫ് മാനേജ്മെന്റിൽ നമുക്ക് പഠിക്കേണ്ടത് ബേസിക് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്. അതിൽ നമുക്ക് പഠിക്കേണ്ടത് സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ, അതായത് ഒരു സ്പ്രെഡ്ഷീറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ക്രിയേറ്റിംഗ് എ ന്യൂ വർക്ക് ഷീറ്റ്, അല്ലെങ്കിൽ ഓപ്പണിംഗ് എ വർക്ക് ബുക്ക് ആൻഡ് എൻറ്ററിംഗ് ടെസ്റ്റ് മുതലായ, അല്ലെങ്കിൽ റീസൈസിങ് ഫോൺസ് ആൻഡ് സ്റ്റൈൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പാഠത്തിൽ വരുന്നത്. അടുത്തത് പ്രിപ്പയർ പ്രസന്റേഷൻ യൂസിങ് പ്രസന്റേഷൻ ആപ്ലിക്കേഷൻസ്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ പാക്കേജസ്, പ്രസന്റേഷൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ പാക്കേജസ്, അതുപോലെ ആഡിങ് എ സ്ലൈഡ്, ഡിലീറ്റിംഗ് എ സ്ലൈഡ്, എൻട്രിങ് ആൻഡ് എഡിറ്റിംഗ് ടെസ്റ്റ്, ഫോർമാറ്റിംഗ് ടെസ്റ്റ് മുതലായ കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ സ്ലൈഡ് ലേ ഔട്ട്, സേവിങ് എ പ്രസന്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് നാലാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. നാലാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ആണ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ബാരിയേഴ്സ് ടു ഓൺട്രപ്രണർഷിപ്പ്, സംരംഭകത്വ വികസനത്തിനുള്ള തടസ്സങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഓൺട്രപ്രണറിയൽ കോമ്പിറ്റൻസീസ് ഏതൊക്കെയാണ് എന്നിവയൊക്കെയാണ്. നമുക്ക് ഇ ഡി പഠിക്കുന്നതിൽ നിങ്ങൾ ഈ പാഠഭാഗങ്ങളൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾക്കും നമ്മളുടെ സിലബസിലും ഇത് ഉണ്ട്. ഇനി അഞ്ചാമത്തെ യൂണിറ്റിലേക്ക് പോകാം. അഞ്ചാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രീൻ സ്കിൽസ് ആണ്. അതിന് നമുക്ക് പഠിക്കാനുള്ളത് റോൾ ഓഫ് ഗ്രീൻ ജോബ്സ്. ഗ്രീൻ ജോബ്സിന്റെ പങ്കാണ്, വിവിധ മേഖലകളിലുള്ള ഗ്രീൻ ജോബ്സിന്റെ പങ്കിനെ കുറിച്ചാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഒന്നാമത്തത് ടോക്സിൻ ഫ്രീ ഹോംസ്, രണ്ടാമത്തത് ട്രാൻസ്പോർട്ട്, മൂന്നാമത് വാട്ടർ കൺസർവേഷൻ, 4 വേസ്റ്റ് മാനേജ്മെന്റ്, 5 ഗ്രീൻ ടൂറിസം, 6 കൺസ്ട്രക്ഷൻ, 7 ഗ്രീൻ ഹൗസ് ആൻഡ് ഗ്യാസ് എമിഷൻസ്, മിനിമൈസിംഗ് പൊല്യൂഷൻ. ഈ മേഖലകളിലൊക്കെയുള്ള ഗ്രീൻ ജോബ്സിനെ കുറിച്ചാണ് നമ്മൾക്ക് ഇതിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ എംപ്ലോയബിലിറ്റി സ്കില്ലിൽ നമുക്ക് 5 യൂണിറ്റിൽ നിന്ന് ഉള്ള വിവിധ ഭാഗങ്ങളാണ് ഇപ്പം പറഞ്ഞു പോയിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഇനി നമ്മൾ പഠിച്ചു കഴിഞ്ഞ പാഠഭാഗങ്ങൾ പരീക്ഷയിൽ നമ്മൾ പരീക്ഷ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ സ്ട്രക്ചറും മാർക്ക് അലോക്കേഷനും എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമുക്ക് പരീക്ഷയ്ക്ക് വരിക 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരിക. അതിനുള്ള നമുക്ക് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എഴുതാൻ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം 2 മണിക്കൂറാണ്. കൂൾ ഓഫ് ടൈം 20 മിനിറ്റ്, എക്സ്ട്രാ 20 മിനിറ്റ് കൂൾ ഓഫ് ടൈമും ഉണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് 1 മാർക്കായിരിക്കും. അത് സാധാരണയായിട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിരിക്കാം, എക്സ്പാൻഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സിൽ നിന്ന് എടുത്ത് എഴുതലായിരിക്കാം. അങ്ങനെയുള്ള 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഉണ്ടാവുക.
രണ്ടാമതെന്ന് പറയുന്നത് 9 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ. അതിന് ഓരോ ചോദ്യത്തിന് 2 മാർക്ക് വീതമായിരിക്കും. അങ്ങനെയുള്ള 12 ചോദ്യങ്ങളാണ് ഉള്ളത്. 12 × 2 24 മാർക്കാണ് അതിനുള്ളത്. ഇനി പാർട്ട് സി എന്ന് പറയുന്നത് 21 മുതൽ 32 വരെയുള്ള ചോദ്യങ്ങൾ. അങ്ങനെയുള്ള 12 ചോദ്യങ്ങൾക്ക് 3 മാർക്ക് വീതം. 3 മാർക്കുള്ള ചോദ്യത്തിന് കുറച്ച് വിശദമായിട്ട് നമുക്കൊരു ഷോർട്ട് എസ്സേ പോലെയാണ് എഴുതേണ്ടത്. അങ്ങനെ അതിന് 3 × 12 36 മാർക്കാണ് ആ ഒരു ഭാഗത്ത് നിന്ന് ഉള്ളത്. ഇനി നാലാമത്തെ ഭാഗം, അതായത് പാർട്ട് ഡിയില് 33 മുതൽ 40 വരെ ഉള്ള ചോദ്യങ്ങളാണ്. അതിൽ ഓരോ ചോദ്യത്തിന് 4 മാർക്കാണുള്ളത്. അത് എസ്സേ ആണ്, എന്നുവെച്ചാൽ ലോങ് എസ്സേസ് ആയിട്ടാണ് ആ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതിൽ 4 മാർക്ക് വീതം 8 ക്വസ്റ്റ്യന് 32 മാർക്കാണ് ഉള്ളത്. അങ്ങനെ നമ്മളുടെ 40 ക്വസ്റ്റ്യനും ചേർന്ന് 100 മാർക്കാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം തന്നെ കൂൾ ഓഫ് ടൈമിൽ തന്നെ ഏറ്റവും നന്നായി ഉത്തരം എഴുതാൻ കഴിയുന്ന ചോദ്യങ്ങൾ ആദ്യം തന്നെ തിരഞ്ഞെടുത്ത് വെക്കുക. പറ്റുന്ന അത്രയും നിങ്ങൾക്ക് കഴിവിന്റെ പരമാവധി ചോദ്യങ്ങൾ ഇതിൽ ഉത്തരം ചെയ്യുക. എല്ലാവരും മുഴുവൻ മാർക്ക് വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ക്വസ്റ്റ്യൻ ടൈപ്സ്, ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യതയുള്ളതെന്നാണ്. ഒന്ന്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനായിട്ട് വരാം. രണ്ടാമത്തത് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്, ഒറ്റയാനെ കണ്ടെത്താനായിട്ട് ചോദിക്കാം. ഇനി മൂന്നാമത്തത് എക്സ്പാൻഡ് ദ ഫോളോയിങ്, പൂർണ്ണ രൂപത്തിലാക്കാനായിട്ട് ഏതെങ്കിലും തന്ന് അതിന്റെ പൂർണ്ണ രൂപത്തിൽ എഴുതാനായിട്ട് ചോദിക്കാം. അതുപോലെ മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം, ചേരുമ്പോൾ ചേർക്കാനായിട്ട് ചോദിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഷോർട്ട് ആൻസേഴ്സ്, 2 മാർക്കിൻ്റെയൊക്കെ നമ്മൾ ഷോർട്ട് ആൻസേഴ്സ് ആയിട്ടാണ് എഴുതേണ്ടത്. അതിൽ പോയിന്റുകൾ ചോദിക്കുന്ന പോയിന്റുകളായി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ആൻസറാണ് അതിൽ വേണ്ടത്. അടുത്തത് ഷോർട്ട് എസ്സേസ്, 3 മാർക്കിൻ്റെയൊക്കെ നമുക്ക് ഷോർട്ട് എസ്സേസ് ആയിട്ട് എഴുതാൻ പറ്റും. അത് ഏകദേശം കുറച്ചേറെ പോയിന്റുകൾ, അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റുകളും കുറച്ച് വിശദമാക്കിക്കൊണ്ടുള്ള ഷോർട്ട് എസ്സേസ് ആയിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ ലോങ് എസ്സേസ്, 4 മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ ലോങ് എസ്സേസ് ആണ്. അതായത് കുറച്ച് വിശദമായിട്ട് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും അതിലുണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ടൈപ്പ്. മാർക്ക് അലോക്കേഷനെ കുറിച്ചും ക്വസ്റ്റ്യൻ സ്ട്രക്ചറിനെ കുറിച്ചും ക്വസ്റ്റ്യൻ ടൈപ്പിനെ കുറിച്ചും നമ്മളിവിടെ പ്രതിപാദിച്ചു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമുക്കറിയാം ഫോക്കസ് ഏരിയയിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് കൂടുതലും ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഫോക്കസ് ഏരിയ, അതുപോലെ തന്നെ നോൺ ഫോക്കസ് ഏരിയയിൽ നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് വളരെ നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവരും മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.